ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളെന്ന് വന്നിരിക്കുന്ന സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാനാണ്. അപ്പം നമുക്ക് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാനില്ല പോവാം. അപ്പോൾ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാൻ ആവശ്യം എന്ന് പറയുന്നത് ഒരു വലിയ ടാപ്പാണ്, എന്നിട്ട് വൺ സിസർ, എന്നിട്ട് ഒരു ചെറിയ പ്ലാസ്റ്റിക് പേപ്പറാണ്. അപ്പോൾ നമ്മുടെ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി മെയിൻ ഡ്രോയിങ് ആണ് ആവശ്യം. എന്നാലേ നമുക്ക് സ്റ്റിക്കേഴ്സ് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. എന്നാൽ ഡ്രോയിങ് ഇല്ല നമുക്ക് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാൻ പറ്റില്ല. അതെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. അപ്പം ഞാൻ ഇന്ന് രാവിലെ ഡ്രോയിങ് ഒക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. കണ്ട കേസ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഏതെന്ന് അറിയാമോ? എനിക്കിഷ്ടപ്പെട്ടതോ ഈ ബണ്ണി, ഈ യൂട്യൂബ്, ഇതായിട്ട്. അടുത്ത അമ്മയ്ക്ക് ഏതാ ഇഷ്ടപ്പെട്ടെ? എനിക്ക് ഈ ബട്ടർഫ്ലൈ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് മേഘമല്ലേ, മേഘം ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഫ്ലവർ ഇഷ്ടപ്പെട്ടു. അമ്മയ്ക്കും 3, എനിക്ക് 3 ആണ് ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ഇപ്പം എന്താ പറയുക, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പം ഫസ്റ്റ് ഞാൻ ഇതിനൊന്ന് ഈ സ്ക്വയർ ആയിട്ട് അപ്പം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണേ. അപ്പം നമുക്കിപ്പം ഇങ്ങനെ 3 ടൈപ്പ് ഇട്ടാണ് കട്ട് ചെയ്യേണ്ട. താഴെ വെച്ച് കട്ട് ചെയ്യും. എന്താ താഴെ വെച്ച് കട്ട് ചെയ്യും. ഓക്കെ. അപ്പം ഞാൻ ഇവിടെ ഇത്രയും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അടുത്ത ഫ്ലവറും റെയിൻബോ എന്നിട്ട് സ്റ്റാർ റെയിൻബോ ഒക്കെ അപ്പോൾ സെക്കൻഡ് ഡ്രോയിങ് കട്ട് ചെയ്തിട്ടുണ്ട്. അത് തേർഡ് ഡ്രോ. ഓക്കെ. ബണ്ണി, ക്ലൗഡ്, ബനാന. ഓക്കെ. എനിക്കിതിന് ഇഷ്ടം. ഞാൻ വരച്ചിരിക്കുന്നതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സിംഗിൾ ആയിട്ട് കട്ട് ചെയ്യുന്നില്ലേ? ഇനി സിംഗിളായിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അപ്പം ഇങ്ങനെ റോ ആയിട്ട് കട്ട് ചെയ്ത് ഇനി ഇങ്ങനെ സ്ക്വയർ ആയിട്ട് എടുക്കണം. ഇപ്പോൾ ഇവിടെ ഒരു റോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് റോ ആണ്. സെക്കൻഡ് റോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത് തേർഡ്. ഓക്കെ. തേർഡില് ലാസ്റ്റ് ഉണ്ടോ ഇത് ഇച്ചിരി ലൈൻ കിടക്കുന്നുണ്ട് ഇവിടെയൊക്കെ. അപ്പം അതിന് മുമ്പ് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ മറ്റൊന്നിൻ്റെ സൈസായിട്ട് വരും. കണ്ടോ, അതിൽ ഇത്രയും കിടന്ന ചുമ്മാ വേസ്റ്റാക്കി കിടന്ന പേപ്പേഴ്സാണ്. അതിൽ വെറും 3 എണ്ണത്തിൽ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ നമ്മൾ സ്ക്വയർ ആയിട്ട് ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ
നമ്മൾ സ്റ്റിക്കർ ഷേപ്പായിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്കിവിടെ ഇച്ചിരി കൂടെ ഈ സ്ക്വയറിന് നമുക്കൊന്ന് മാറ്റി കൊടുത്തിട്ട് ഇങ്ങനെ കുറച്ച് സർക്കിളായിട്ട് കട്ട് ചെയ്ത് എന്നാലേ കാണാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ എടുത്ത് നമുക്ക് പക്ഷെ ഈ വൈറ്റ് പേപ്പർ കാണണം, എന്നാലേ സ്റ്റിക്കറായിട്ട് തോന്നത്തുള്ളൂ. ഒരു ഫ്ലവറിനെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടോ, അങ്ങനെ നമ്മൾ ഇച്ചിരി വൈറ്റ് ഇതാക്കി ഇങ്ങനെ ചെയ്യണം. ഷേപ്പ് ചെയ്തെടുക്കണമായിരുന്നല്ലേ ഇത്? ആ, ഷേപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഓരോന്നും അങ്ങനെ ചെയ്യണമല്ലോ. ആ, ഇനി അപ്പം നമുക്ക് ഫുള്ളായിട്ട് നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ വണ്ണി. ഉണ്ടാ അപ്പം ഈ വണ്ണി ഞാൻ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അടുത്ത് ഞാൻ ബട്ടർഫ്ലൈ ആണ് ഷേപ്പാക്കാൻ. ഞാനിപ്പോൾ ചെയ്ത പോലെ തന്നെ ഇപ്പോൾ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുന്നവർ ചെയ്യാം കേട്ടോ. എന്നാൽ അപ്പോഴേ ഇച്ചിരി സ്റ്റിക്കേഴ്സ് ഒന്ന് തോന്നത്തുള്ളൂ. എന്നാൽ അല്ലാതെ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്ത് സ്റ്റിക്കേഴ്സ് തോന്നൂല. ഇത് വൈറ്റ് ഷീറ്റ് എടുക്കണം. വൈറ്റ് ഷീറ്റ് കൂടെ വേണം. ബട്ടർഫ്ലൈ എടുത്തു. അപ്പം ഇതിനേക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇത്രയും ഒരു റോ മാത്രമേ കംപ്ലീറ്റ് ഉള്ളൂ. ഇനി 6 റോ കംപ്ലീറ്റ് ചെയ്യാൻ. 6 ഇനി 2 റോ 6 ഡ്രോയിങ്സാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. റെയിൻബോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ സൈഡിലും കൂടെ ഒന്ന് ഒരേപോലെ ഓപ്പോസിറ്റ് പോലെ എടുക്കണം. അടുത്ത് യൂട്യൂബ്. ഓക്കെ, യൂട്യൂബ് ഇഷ്ടപ്പെട്ട ആർക്കെങ്കിലും ഈ ഞാൻ ഇപ്പോൾ വരച്ച യൂട്യൂബ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇത് നമുക്ക് ഈസി ആയിട്ടാണ് എടുക്കാനുള്ളത്. എന്നാ കേട്ടാ എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ റെക്റ്റാങ്കിൾ ഷേപ്പ് ആയതുകൊണ്ട് റെക്റ്റാങ്കിൾ ഷേപ്പായിട്ട് തന്നെ നമുക്ക് വൈറ്റ് പേപ്പറോടെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമ്മളിവിടെ യൂട്യൂബ് എടുത്തിട്ടുണ്ട്. അടുത്ത റെയിൻബോ ഇത്രയുണ്ട്. ഇനി ഇതും കൊണ്ട് കഴിഞ്ഞാൽ 3 ഡ്രോയിങ്സും കൂടെ ഉണ്ട്. നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ട് റെയിൻബോയും കൂടെ. അടുത്ത് ഞാൻ ബനാന. അമ്മയ്ക്ക് ബനാന ഇഷ്ടപ്പെട്ടോ മമ്മി? ബനാന ബനാനെ പോലെ ഇവിടെ വേറെ എന്തോ ഉണ്ടായിരുന്നല്ലോ. ഇല്ല, ഇതായിരുന്നു. ഇതെന്തോന്നു? ഇത് സ്റ്റാർ ടൈപ്പുള്ള റെയിൻബോ ആണ്. ഇഷ്ടപ്പെട്ടോ? അത് കൊള്ളാം. ഞാൻ ചുമ്മാ
വിചാരിക്കുന്നു ഈ സെലോ ടാപ്പ് കുറേ മിക്കവരുടെയും കയ്യിൽ ഇത് കാണും കേട്ടോ. അപ്പം ഇവിടെ ബനാനയും കട്ട് ചെയ്ത് ഷേപ്പാക്കി എടുത്ത് വെച്ചിട്ടു. അടുത്തിന് നമുക്ക് 2 മാത്രമേ ഇതിൽ ക്ലൗഡ് അപ്പോൾ ഇവിടെ റെയിൻബോ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. റെയിൻബോ ലെസ്സാണ് ക്ലൗഡ്. അടുത്തതിൽ എനിക്ക് ഇതൊക്കെ പിടിച്ചില്ല. ഞാൻ ലാസ്റ്റ് വരഞ്ഞതാണ്. ഞാൻ സ്കെച്ചിട്ട് ചെയ്തപ്പം ഇത് കൊളായി. നമ്മളൊന്ന് ചെറുതായി കട്ടിട്ടെടുക്കാം. അപ്പം ഞാൻ അല്ല അപ്പം ഇവിടെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ നല്ല ഇത്രയാണ് ഞാൻ 12th ഡ്രോയിങ്സ് സ്റ്റിക്കേഴ്സ് ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പം നമുക്കിന്ന് പ്ലാസ്റ്റിക് പേപ്പർ ഇങ്ങോട്ട് ഇട്ടേക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ പുറത്തൂടെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഈ സെലോ ടാപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ യൂട്യൂബും റെയിനും കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഫുള്ളായിട്ട് നമുക്കിവിടെ ഒട്ടിച്ചിട്ട് വേണം സ്ക്വയർ ആയിട്ട് വീണ്ടും അതിൽ കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊന്ന് നമ്മളിവിടെ സെക്കൻഡ് ഡ്രോയിങ് ഒട്ടിച്ചിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തത് ഈ 4 സ്റ്റിക്ക് മാത്രമേ ഒട്ടിക്കാറുള്ളൂ, വർക്ക് ചെയ്യോ എനിക്ക് അറിഞ്ഞൂടാ. അടുത്ത നമ്മളിവിടെ ഒട്ടിച്ച് അതുപോലെ ലാസ്റ്റ് ഒരു സ്റ്റിക്കറും കൂടെ മാത്രമാണ് ഒട്ടിക്കാനുള്ളത്. ബനാന മാത്രമാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചു ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി കട്ട് ചെയ്തെടുക്കൂ. ഇനി സ്ക്വയറായിട്ട് ഇവിടെ നമ്മൾ സ്ക്വയറായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചിലപ്പോൾ ഈ പേപ്പറൊക്കെ വേസ്റ്റ് ആവേണ്ട ഇതും വരും. എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റിക്കേഴ്സിൻ്റെ ബാക്കിൽ ഈ പേപ്പർ വരണം. അപ്പം അത് കാരണം നമുക്ക് പിന്നെ ഇവിടെ ഒരു സ്റ്റിക്കർ അടുത്ത അപ്പോൾ ഇവിടെ സെക്കൻഡും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സെക്കൻഡ് എടുത്തു. അപ്പോൾ ഒരു വിങ്ങൽ കട്ട് ചെയ്ത് കഴിഞ്ഞു. അടുത്ത ബട്ടർഫ്ലൈ. നമ്മുടെ ഈ പ്ലാസ്റ്റിക് പേപ്പറും കൂടെ അതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് വേണം കട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് ഇളക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഇത്രയാണ് കട്ട് ചെയ്തിട്ട് എനിക്ക് ഇവിടെ കേസ് എങ്ങനെ ആവുന്നു.
കൊള്ളാമല്ലോ സ്റ്റിക്കർ, നല്ല ഭംഗിയുണ്ടല്ലോ ഇത്. ഡ്രോയിങ് വരച്ചാണ് എത്ര ക്യൂട്ടായിട്ട് വന്നിട്ടുള്ളത്. എൻ്റെ ഫേവറേറ്റ് ബണ്ണി. മിഥുനയുടെ സ്റ്റിക്കേഴ്സ് എല്ലാം സൂപ്പറായിട്ടുണ്ടേ. താങ്ക് യു. ഈ ഇപ്പോൾ കുറേ പേര് കാണും സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുന്നത്. അപ്പം അവർക്ക് കൂടെ ഒന്ന് അവർ ചിലപ്പോൾ തെറ്റി പോവാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റും കൂടെ ആക്കാനാണ് ഞാൻ ഇപ്പോൾ ഹോം മെയ്ഡ് സ്റ്റിക്കർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത്. ഞാൻ വെറും കുറച്ച് സ്റ്റിക്കേഴ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. സ്റ്റിക്കേഴ്സ് അങ്ങനെ ഡ്രോയിങ് ആയിട്ട് എടുത്തിട്ടുള്ളൂ. അപ്പം ഞാനിവിടെ വീണ്ടും ഒരു ക്ലൗഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വെറും 2 സ്റ്റിക്കേഴ്സ് കൂടെ കട്ട് ചെയ്ത് തീർക്കാവുള്ളൂ. നമുക്കിപ്പം തീരാറായി. ഞാൻ ഇത്രയും സ്റ്റിക്കറപ്പം ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇത് വർക്ക് ചെയ്യുന്നുണ്ടാന്ന് നോക്കാം. അപ്പം ഞാൻ ഫസ്റ്റിനെ ഒരു എൻ്റെ പ്രാക്ടിൻ്റെ ഇട്ടുണ്ട് പാട്ടാ, അതിലൊന്ന് ഒട്ടിച്ച് കാണിച്ചു കൊടുക്കും. ഈ ഭാഗത്തോട്ടൊന്ന് ഒട്ടിക്കും. ഇതിലേതായിരിക്കണ്ടമ്മ? യൂട്യൂബ് തന്നെ എടുക്കാം. അത് ഇങ്ങനത്തെ സൈഡിലിട്ട് ഒട്ടിച്ച് അറിയാൻ പറ്റത്തില്ല. നോട്ടില്ലേ, നോട്ടിൻ്റെ ബ്ലാങ്ക് പേപ്പർ ഉണ്ടല്ലോ, എഴുതാത്ത ബ്ലാങ്ക് പേപ്പറിൽ എഴുതിയാലേ അറിയാൻ പറ്റത്തുള്ളൂ. അല്ല, ഒട്ടിച്ചാലേ അറിയാൻ പറ്റത്തുള്ളൂ. വേറെ എടുക്കട്ടെ, ചെറുത്. ഗായ്സ് ഇപ്പോൾ എന്തായിരുന്നു എനിക്കറിയില്ല. മമ്മി വേറെ എടുക്കും. മമ്മി എൻ്റെ മമ്മി വിചാരിച്ചാൽ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ചെയ്തോ? ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മളെ മമ്മി എത്തിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒന്ന് എത്തിച്ചിട്ടല്ലേ. ഫുഡ് വർക്കായിട്ടുണ്ട്. ഇതാണ് മിഥുന
ഉണ്ടാക്കിയ സ്റ്റിക്കർ. അപ്പം ഞാൻ ഉണ്ടാക്കിയ സ്റ്റിക്കേഴ്സ് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.